നൂറുകണക്കിന് യഹൂദരെ കൊന്നൊടുക്കാൻ പദ്ധതിയിട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്ക് ജീവപര്യന്തം തടവ് വിധിച്ച് ബ്രിട്ടീഷ് കോടതി. വാലിദ് സദൂയി, അമർ ഹുസൈൻ എന്നിവരെയാണ് പ്രസ്റ്റൺ ടൗൺ കോടതി ശിക്ഷിച്ചത്. മാഞ്ചസ്റ്ററിലെ യഹൂദ സിനഗോഗിന് നേരെ ആക്രമണം നടത്താനായിരുന്നു ഭീകരരുടെ നീക്കം. വാലിദ് സദൂയി 37 വർഷവും അമർ ഹുസൈൻ 26 വർഷവും ജയിലിൽ കഴിയണമെന്നാണ് വിധി. 2 റൈഫിളുകളും 1 പിസ്റ്റളും 200 റൗണ്ട് തിരകളുമായി 2024 ഇവർ പിടിയിലായത്. എന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ 200 റൗണ്ട് തിരകളും 1 പിസ്റ്റളും 2 റൈഫിളുകൾ, അതിശക്തമായി പ്രഹരശേഷിയുള്ള 2 റൈഫിളുകൾ കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടെയാണ് ഇവരെ ഒരു തുറമുഖത്തിൽ നിന്നും പിടികൂടിയത്. ഈ തുറമുഖത്ത് നിന്ന് പിടികൂടിയതിന് ശേഷം അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് വീണ്ടും 2 റൈഫിളുകളും 1 പിസ്റ്റളും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള അമ്യൂണിഷൻ, അതായത് ഈ തിരകൾ ഉൾപ്പെടെ 900ഓളം തിരകളും ഇറക്കുമതി ചെയ്യാനുള്ള അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്താനുള്ള ഒരു നീക്കങ്ങൾ ഇവർ നടത്തിയെന്ന് തെളിയുകയുമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മാഞ്ചസ്റ്ററിലെ കോടതി ഇവരെ വിചാരണ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാഞ്ചസ്റ്ററിലെ യഹൂദ സിനഗോഗിനെതിരെ ആക്രമണം നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ യഹൂദ സിനഗോഗിനെ നേരെ ആക്രമണം നടത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ആയുധങ്ങളെല്ലാം എത്തിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഓസ്ട്രേലിയയിലെ ബോണ്ടയിൽ ഉണ്ടായ ആക്രമണത്തിന് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇവർ പ്ലാൻ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇസ്ലാമിക് സ്റ്റേറ്റ് യഹൂദർക്കെതിരെ ഇത്തരം നീക്കങ്ങൾ നടത്താനുള്ള ഒരു ആഗോള ഗൂഢാലോചന നടന്നിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സ്വാഭാവികമായും 2024 ഇവർ പിടിയിലാവുകയായിരുന്നു. പിന്നീട് ഇവരുടെ വിചാരണ തുടരുകയായിരുന്നു. ഈ വിചാരണയ്ക്ക് ശേഷമാണ് വാലിദ് സദൂയി എന്ന് പറയുന്ന, ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന വാലിദ് സദൂയി എന്ന് പറയുന്ന 50ഓളം വയസ്സ് പ്രായമുള്ളയാൾക്ക് 37 വർഷം തടവ് ശിക്ഷ വിധിക്കുകയും അതുപോലെ തന്നെ അമർ ഹുസൈനെ 26 വർഷത്തോളം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തത്. ഈ ആക്രമണം നടത്തുന്നതിനെ ഏറ്റവും അടുത്തെത്തി ഗൂഢാലോചന എക്സിക്യൂട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇവർ എത്തി എന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആയുധങ്ങൾ കള്ളക്കടത്ത് നടത്തി നിമിഷങ്ങൾക്കകം തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം തന്നെ 1-2 ദിവസത്തിനകം മാഞ്ചസ്റ്ററിലെ ഈ യഹൂദ സിനഗോഗിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. അതിനുള്ള നീക്കങ്ങൾ ഇവർ നടത്തിയതായി കൃത്യമായും പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടിയിലേക്ക് നീങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം ഒരു നീക്കം ഒരു വിധത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി കൂടിയാണ് ഏറ്റവും ചുരുങ്ങിയത് ജീവപര്യന്തം തടവ്, ഏറ്റവും ചുരുങ്ങിയത് വാലിദ് സദൂയി 37 വർഷവും അതുപോലെ തന്നെ അമർ ഹുസൈൻ 26 വർഷവും ജയിലിൽ തന്നെ കഴിയണമെന്ന നിലപാട് പ്രിൻസ്റ്റൺ ക്രൗൺ കോർട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വിധി വന്നിരിക്കുന്നത്. ഈ ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന ബ്രിട്ടന്റെ നിലപാട് കൂടി നിഴലിക്കുന്ന ഒരു നിരീക്ഷണം കൂടിയാണ് ഇപ്പോൾ ഈ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി ഐസനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.